നമസ്കാരം. ഭക്ഷണം കഴിച്ചതല്ല, ഹെലികോപ്റ്ററിൽ നിക്ഷേപകരെ കാണാൻ പറന്നതുമല്ല, ഇതിനൊക്കെ തിരഞ്ഞെടുത്ത സമയമാണ് പ്രശ്നം. നാട് കഴുത്തൊപ്പം വെള്ളത്തിൽ നിൽക്കുമ്പോൾ അവർക്കാകണം പ്രഥമ പരിഗണന. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വെള്ളിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ്. മരണം 15ആയി. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ടയിൽ പെയ്തത് 5 ഇരട്ടി അധികം മഴ. പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിൽ. പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. 9 ജില്ലകളിൽ നാളെ അവധി. ഈ ആഴ്ചയിലെ PSC പരീക്ഷകൾ മാറ്റി. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. വിവാദ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം. സ്വകാര്യ ആവശ്യത്തിനല്ല ഹെലികോപ്റ്റർ യാത്ര നടത്തിയതെന്നും നിക്ഷേപകരെ കാണാനാണ് പോയതെന്നും മുഖ്യമന്ത്രി. ഖജനാവിന് ബാധ്യത വരുത്തിയിട്ടില്ലെന്നും VD സതീശൻ. കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നും പരിഹാസം. ശ്രീജിത്തിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആരോപണം നേരിടുന്ന ആൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ തിടുക്കമെന്തെന്ന് കോടതി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും വിജിലൻസ് ക്ലിയറൻസ് വേണമെന്നും കോടതി. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ 1-ാം പ്രതി KA രതീഷ് പദവികൾ ഒഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന വ്യവസ്ഥകളോടെ. ഗൗരവമുള്ള കുറ്റമെന്നും വധശ്രമ വകുപ്പ് നിലനിൽക്കില്ലെന്നും കോടതി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. CJP സമരത്തിലെ പോലീസ് നടപടിയും അയോധ്യ സംഭാവന ക്രമക്കേടും ഉന്നയിച്ച് പ്രതിപക്ഷം. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് സ്പീക്കർ ഓം ബിർള. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതികളായ സിൽവർ ലൈനും ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ. ശബരിമല നെയ് വിവാദം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ദേവസ്വം സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. വിജിലൻസ് SIT രൂപീകരിച്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ക്രമക്കേടിൽ മിൽമയ്ക്ക് പങ്കില്ലെന്ന് ചെയർമാൻ. അന്വേഷണവുമായി സഹകരിക്കും. ഗുണനിലവാര പ്രശ്നം ദേവസ്വം അറിയിച്ചിട്ടില്ലെന്നും KS മണി. വിവാദം മിൽമയ്ക്ക് ദോഷമുണ്ടാക്കിയെന്നും ചെയർമാൻ. CJP സമരം അട്ടിമറിക്കാൻ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചന നടത്തിയതിൽ അന്വേഷണം തുടങ്ങി NIA. കേസിൽ പിടിയിലായ ഹമീദ് മണ്ഡലിനെയും അർപ്പിതയെയും ചോദ്യം ചെയ്തു. സഹായി ആദിത്യ സിംഗും അറസ്റ്റിൽ. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി പേസർ ബൗളർ ആക്കിബ് നബി. പരിക്കേറ്റ ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി ഇറങ്ങും. കർണാടകയിൽ മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച MLA-മാരായ യശ്വന്ത്രായ ഗൌഡ പാട്ടീലും സംഗമേഷും തെരുവിലിറങ്ങി അണികൾ. അനുനയ ശ്രമങ്ങൾ തുടരുന്നു. ബീഹാറിലെയും മധ്യപ്രദേശിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി. സ്റ്റോറി ഓഫ് ദി ഡേ. കാലാവസ്ഥയ്ക്കൊത്ത നാടൻ വിഭവങ്ങളുമായി കുട്ടിക്കൂട്ടം. സംസ്ഥാനത്ത് നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 12 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ സമ്പൂർണ്ണ അവധിയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. കഴിഞ്ഞ 3 ദിവസം പത്തനംതിട്ടയിൽ പെയ്തത് 5 ഇരട്ടി മഴയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഗസ്റ്റ് 4, 5, 6, 10 തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. മുഖ്യമന്ത്രി നാളെ ദുരന്ത മേഖല സന്ദർശിക്കും. മഴക്കെടുതി ദുരന്ത മേഖല മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. തമിഴ്നാട് തീരത്തിന് മുകളിൽ നിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഓഗസ്റ്റ് 7-ാം തീയതി വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.
പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം പത്തനംതിട്ടയിൽ പെയ്തത് 5 ഇരട്ടി മഴയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സാധാരണയേക്കാൾ 533% അധിക മഴയാണ് ലഭിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. 4, 5, 6, 10 തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും PSC മാറ്റിവെച്ചു. ഓൺലൈൻ OMR പരീക്ഷകളാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇതേ ദിവസങ്ങൾ നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായികക്ഷമതാ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. 10ാം തരം പ്രാഥമിക പരീക്ഷയിലെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 4ാം ഘട്ടം എന്നിവ മതിയായ കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് ആഗസ്റ്റ് 22-ന് വീണ്ടും അവസരമൊരുക്കുമെന്നും PSC അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശങ്കയൊഴിയാതെ കോട്ടയം ജില്ല. പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നതിനൊപ്പം കിഴക്കൻ മലയോര മേഖലയിൽ വൈകുന്നേരത്തോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ജില്ലയിലെ പല പ്രധാന റോഡുകളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. വിജയപുരം, തിരുവാർപ്പ് പഞ്ചായത്തുകളുടെയും കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളുടെയും വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ വീടുകളിൽ കുടുങ്ങിയവരെ NDRFും ഫയർഫോഴ്സും ചേർന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഒന്നും കഴിക്കുന്നില്ല, വർക്കത്ത് പോകണ്ടേ, അതുകൊണ്ടൊന്നും കഴിക്കുന്നില്ല. ഇതുവരെ ഒന്നും കഴിച്ചില്ല. പല്ല് കേൾക്കുന്നല്ലേ ഉള്ളൂ. അസുഖം വല്ലതും ഉള്ള ആളാണോ? എനിക്കുണ്ട്, പ്രഷറുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ഏതാണ്ട് 2018 പ്രളയം പോലെ തന്നെ വെള്ളം എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാം പ്രദേശവും വെള്ളമാണ്. കുറച്ച് വീട്ടുകാർ അകപ്പെട്ട് പോയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. അവരെയൊക്കെ നമ്മളിപ്പോൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ 3 വണ്ടിയുണ്ട് കൊണ്ടുള്ളത്, അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആളുകളുണ്ടോ? ഉള്ളിലുണ്ടോ? ഇനി ആൾക്കുണ്ട്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ട്. ഞായറാഴ്ച രാത്രിയിലും മഴ ശക്തമായതോടെ കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം ഇരച്ചെത്തി മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിലെ പ്രധാന റോഡുകൾ പലതും വെള്ളത്തിനടിയിലായി. കോട്ടയം കുമരകം റോഡ്, ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് റോഡ്, പൂഞ്ഞാർ ഏറ്റുമാനൂർ സംസ്ഥാനപാത തുടങ്ങി നിരവധി റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് പോലീസും ഫയർഫോഴ്സും ഗതാഗതം വഴിതിരിച്ചു വിട്ടു. ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 1-ാം തീയതിയും ഇന്നലെയുമായിട്ട് നമ്മൾ ഏകദേശം 50ഓളം ക്യാമ്പുകൾ ഇന്നലെ കൊണ്ട് തുടങ്ങി. ഇന്നിപ്പം 3, ഇനിയിപ്പം ഈ വരുന്ന മണിക്കൂറുകളിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ക്യാമ്പുകൾ തുടങ്ങേണ്ടി വരും. ഇവിടെ നമുക്ക് നേരത്തെ ഒരു മുൻകരുതൽ എടുക്കാൻ സാധിച്ചുകൊണ്ട് നമുക്ക് മറ്റ് കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്നും NDRFും ഫയർഫോഴ്സും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. NDRFിൻ്റെ തൃശ്ശൂരിൽ നിന്നുള്ള 23-അംഗ സംഘത്തെ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലും എറണാകുളത്തു നിന്നുള്ള 30-അംഗ സംഘത്തെ കോട്ടയം താലൂക്കിലുമാണ് വിന്യസിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരെ പല ടീമുകളായി വിവിധ കേന്ദ്രങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം അപകട മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഇപ്പോഴും വീടുകളിൽ തന്നെ കഴിയുന്നവർ നിരവധിയാണ്. ആളുകളുടെ മനോഭാവം ഇനി വെള്ളം ഇറങ്ങും, അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സുഖമായിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് 2ാം നിലയിലേക്ക് കയറിയിരിക്കുന്നു. പഴയ രീതിയിൽ തന്നെ ആളുകൾ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അലാമിങ് കൊടുത്താണ്. അവരോട് പോരാൻ പറഞ്ഞാൽ അവർ വന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ അവർ വിളിച്ചു. ഇനി ഇറങ്ങാനിരിക്കുന്ന ആളുകൾ ഇന്ന് രാത്രി കൊണ്ട് വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയം അയർക്കുന്നത്ത് വെള്ളക്കെട്ടിൽ വീണ യുവാവ് മരിച്ചു. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വഴി വെള്ളക്കെട്ടിൽ വീണ ആറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യുവാണ് മരിച്ചത്. ഇതോടെ മഴയും വെള്ളക്കെട്ടും മൂലം ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. അതേസമയം പകൽ മഴ മാറി നിന്നെങ്കിലും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വൈകുന്നേരത്തോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. മഴ ഇനിയും ശക്തമായി തുടർന്നാൽ 2018-ലെ പ്രളയത്തിന് സമാനമായ സാഹചര്യം ജില്ലയിൽ ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ആലപ്പുഴയിൽ മഴ ശക്തമായില്ലെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ ദുരിതത്തിലാണ് ജില്ല. കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ ചെങ്ങന്നൂരിൽ വിവിധയിടങ്ങളിൽ വെള്ളം ഉയർന്നതായി ആശങ്ക. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നു തുടങ്ങിയെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജില്ലയിൽ ഇന്ന് 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. തെളിഞ്ഞ കാലാവസ്ഥ തുടരുന്ന ആലപ്പുഴ ജില്ലയിൽ വെള്ളപ്പൊക്കം ഇതുവരെയും കാര്യമായി ബാധിച്ചിട്ടില്ല. കിഴക്കൻ ജില്ലകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലപ്പുഴയിലെ ചില പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. എന്നാൽ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയതോടെ കുട്ടനാട്ടിൽ എത്തുന്ന വെള്ളം തോട്ടപ്പള്ളി പുഴയിലൂടെ കടലിലേക്ക് ഒഴുകും. ഇത് സാധാരണ മഴക്കാലത്ത് നടക്കാറുള്ള പ്രതിഭാസമാണ്.
ചെങ്ങന്നൂരിൽ പമ്പ, അച്ചൻകോവിലാറുകളിൽ ജലാംശമുയർന്നത് ചെങ്ങന്നൂരിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രദേശത്ത് ശക്തമായി തുടരുകയാണ്. അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുട്ടനാട്ടിൽ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുവെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെള്ളമുയർന്ന വീടുകളിലെ ജനങ്ങളെ നിലവിൽ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അറിയാലോ, ക്രമാതീതമായിട്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം യാത്രാ സൗകര്യത്തിന് ആൾക്കാർക്ക് വള്ളവും ബോട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെറിയ വണ്ടികളൊന്നും ഓടത്തില്ല. അത് കാരണം ലോറി ഒരെണ്ണം നമുക്ക് തഹസിൽദാർ എം എൽ എ പറഞ്ഞതിന് പ്രതിഫലമായിട്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറേ രോഗികളെയും എല്ലാം വീടുകളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ആലപ്പുഴയിൽ ഇതുവരെ 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 1300 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ആകെ 30 ക്യാമ്പുകളിലായി 377 കുടുംബങ്ങളിലെ 541 പുരുഷന്മാരും 543 സ്ത്രീകളും 216 കുട്ടികളുമാണ് കഴിയുന്നത്. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവിടെ 17 ക്യാമ്പുകളിലായി 213 കുടുംബങ്ങളിൽ നിന്നുള്ള 759 പേരാണ് കഴിയുന്നത്. ഇതിൽ 341 പുരുഷന്മാരും 303 സ്ത്രീകളും 115 കുട്ടികളുമുണ്ട്. കാർത്തികപ്പള്ളി താലൂക്കിലെ 2 ക്യാമ്പുകളിലായി 94 കുടുംബങ്ങളിൽ നിന്ന് 303 പേരും കുട്ടനാട് താലൂക്കിലെ 6 ക്യാമ്പുകളിലായി 57 കുടുംബങ്ങളിൽ നിന്നുള്ള 181 പേരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കൂടാതെ മാവേലിക്കര താലൂക്കിലെ 3 ക്യാമ്പുകളിലായി 5 കുടുംബങ്ങളിൽ നിന്നുള്ള 27 പേരും അമ്പലപ്പുഴ താലൂക്കിലെ 1 ക്യാമ്പിൽ 6 കുടുംബങ്ങളിലെ 21 പേരും കഴിയുന്നുണ്ട്. തീരദേശ മേഖലയിൽ കടൽ കയറുന്ന സ്ഥിതി കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായെങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. റാന്നിയിൽ പ്രളയജലം ഇറങ്ങിയതോടെ ജനങ്ങളുടെ ഭീതി അകന്നെങ്കിലും പ്രളയാവിഷ്ണങ്ങൾ സൃഷ്ടിച്ച വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് നാട്. കച്ചവട സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും മുന്നിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും ചപ്പ് ചവറുകളുമാണ് അടിഞ്ഞുകൂടിയത്. റാന്നിയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശുചീകരണ യജ്ഞത്തിലാണ് ജനപ്രതിനിധികളും വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും. വെള്ളപ്പൊക്കം സൃഷ്ടിച്ച ഭീതിജനകമായ അന്തരീക്ഷം ഒഴിഞ്ഞെങ്കിലും റാന്നി ടൗണും സമീപ പ്രദേശങ്ങളും മാലിന്യക്കയമായി മാറിയിരിക്കുകയാണ്. ഇട്ടിയപ്പാറ ടൗൺ, ബസ് സ്റ്റാൻഡ്, മാമൂട്, റാന്നി, പേട്ട തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും മറ്റ് ചപ്പുചവറുകളുമാണ് അടിഞ്ഞുകൂടിയത്. കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും ശ്രമകരമായ ദൗത്യമാണ്. ധാരാളം മാലിന്യങ്ങൾ ഈ കടകൾക്കെല്ലാം വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അവർക്ക് വെള്ളം കയറിപ്പോയ സാധനങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഹരിതകർമ്മസേന അംഗങ്ങളും ജീവനക്കാരോട് ചേർന്ന് ഇന്നലെ മുതൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളം കയറി, ഇന്നലെ രാവിലെ മുതലേ ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം ക്ലിയർ ചെയ്തു. കടകളിൽ പിന്നെ ഈ വെള്ളം കയറി നശിച്ച സാധനങ്ങളെല്ലാം ശേഖരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പ്രവൃത്തി ഏതാണ്ട് രാത്രി 9 മണിയോളം നമുക്ക് നീണ്ടു. ദുരന്തമുഖത്ത് പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയാകുന്നത് നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ്. പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം ഹരിതകർമ്മസേന, NSS വളണ്ടിയർമാർ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ എന്നിവരെല്ലാം ശുചീകരണ ദൗത്യത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഹരിതകർമ്മസേനയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. വെള്ളം കയറിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പല വീടുകളിലേക്കും പോകാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ ഏകദേശം ഒരു 15ഓളം വീടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ടീം അംഗങ്ങൾ എത്തിയിട്ട് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ക്ലീനിങ് പ്രോഗ്രാമിൽ നമ്മൾ പങ്കാളികളാവും. വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളതെങ്കിലും ഒത്തൊരുമയുടെ കരുത്തിൽ റാന്നി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. കച്ചവട സ്ഥാപനങ്ങളും ടൗണും വീണ്ടെടുത്ത് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറത്ത് മഴ തുടരുന്നു. ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ്. മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടൈപ്പാലത്ത് സംസ്ഥാന പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. NDRF സംഘം സ്ഥലത്ത് തുടരുകയാണ്. മലപ്പുറത്ത് നിന്നും TK അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഈ പാണക്കാട്ടെ ഒരു എടൈപ്പാലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാരണം ഈ മണ്ണിടിച്ചിൽ എല്ലാ മാനദണ്ഡങ്ങളും അവിടെ ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നിലവിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഒപ്പം ജില്ലയിലെ ജാഗ്രതയും. അമ്പിളി, തീർച്ചയായും എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു മണ്ണെടുപ്പാണ് ഇന്ന് മലപ്പുറത്ത് പാണക്കാട് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. വലിയ തിരക്കേറിയ ഒരു റോഡിലേക്ക് മല ഒന്നാകെ ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് നാട് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. മണ്ണ് ഇളകാൻ തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ആ വഴിക്ക് ആളുകൾ സഞ്ചരിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു. അതിനാലാണ് വലിയൊരു അപകടം ഒഴിവായി പോയത്. എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല.
കാരണം ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് മണ്ണിടിച്ചിൽ ആരംഭിച്ചത്. അതിനുശേഷം തുടർച്ചയായി ഇടയ്ക്കിടെ മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വൈകിട്ടും വലിയ തോതിൽ മണ്ണിടിഞ്ഞു. അതിനാൽ തന്നെ മഴ മാറി നിന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ള നിലപാടിലാണ് അധികൃതർ ഉള്ളത്. കാരണം വളരെയധികം അപകടകരമായ ഒരു മേഖലയാണ് അവിടെയുള്ളത്. എന്തായാലും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുത്തപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇതിനോടനുബന്ധിച്ച് പാണക്കാട് 40ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 150 പേരെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ക്യാമ്പുകളിലാണ് ഇപ്പോൾ കഴിയുന്നത്. പലരും ബന്ധുവീടുകളിലും കഴിയുന്ന മറ്റു ജില്ലയിലും ഉണ്ട്. എന്തായാലും ജില്ലയിലെ നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഭാരതപ്പുഴയും ചാലിയാറും ഉൾപ്പെടെ, അതുപോലെ തന്നെ മലയോര മേഖലയിലൂടെ ചാലിയാറിൻ്റെ കൈവഴികളായി ഒഴുകുന്ന പുഴകളെല്ലാം കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള അപകട സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കാര്യമായി പെയ്യുന്നില്ല. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഒരു തുടർച്ചയായ മഴ ഇപ്പോഴില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിലാണ് എന്ന് മന്ത്രി പി കെ ബഷീറിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഇത്തരത്തിലുള്ള ഏത് രീതിയിൽ ഇതിനെ അവസ്ഥയെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ വിപുലമായ ഒരു യോഗം വിളിച്ചിരുന്നു. എല്ലാ സ്ഥലത്തും വേണ്ട എല്ലാ കാര്യങ്ങളും എത്തിക്കാനുള്ള സൗകര്യങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും എല്ലാ സൗകര്യങ്ങളും എത്തിക്കാനുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം തീർത്തും ജാഗ്രതയിൽ തന്നെയാണ്. അമ്പിളി. ശരി, മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് കനത്ത മഴയിലാണ് പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് രാവിലെ മണ്ണിടിഞ്ഞത്. പാണക്കാട് എടയിനപ്പാലത്താണ് സംഭവം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഗതാഗതം അവിടെ പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. കനത്ത മഴയിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പാണക്കാടിനടുത്ത് എടൈപ്പാലം കരുവാക്കുണ്ടിൽ മലയിടിഞ്ഞു തുടങ്ങിയത്. 9 മണിയോടെ വലിയ മൺകൂനയായി മരങ്ങളും കല്ലുകളും റോഡിലേക്ക് ഒഴുകി. മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഗതാഗതം നിരോധിക്കുകയും ജനങ്ങളെ ഇരുവശങ്ങളിലേക്കും മാറ്റുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു. മണ്ണിടിച്ചിൽ ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ കൈരളി ക്യാമറമാൻ ജയേഷ് വില്ലോടി ക്യാമറയും ഉപകരണങ്ങളുമായി ഒഴുകിയെത്തിയ മണ്ണിൽ അകപ്പെട്ടു. ജയേഷിന് നിസാര പരിക്കുകളേറ്റു. നേരത്തെയും പലതവണ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ണൊക്കെ ഒന്നായിട്ട് വന്നിട്ടാണ്. പിന്നെ ലാസ്റ്റാണ് ഈ ഒന്നായിട്ട് ഇടിഞ്ഞു. ഇത് ഒരു 2018 ഒരു ഇടിച്ചിൽ ഇടിഞ്ഞാണ് അവിടെ. എന്നാൽ വെള്ളം കയറിയ ടൈമിൽ 2019 18 ഇല്ലാത്ത കാരണത്തിൽ അന്ന് റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് രക്ഷപ്പെടും. ഇന്ന് ആ ഒരു അപകടത്തിൽ പെടാത്ത ആൾക്കാരവിടെ നാട്ടുകാരെല്ലാം കൂടിയും വണ്ടിയെല്ലാം കൂടിയും തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ആരും പെടാതെ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. സമീപവാസികളെ ക്യാമ്പിലേക്ക് മാറ്റി. മഴ കനത്താൽ വീണ്ടും മലയിടിയാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാന പാതയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. NDRF സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. മലപ്പുറം പാണക്കാടിനടുത്ത് എടൈപ്പാലത്ത് മണ്ണിടിച്ചിലിന് വഴിയൊരുക്കിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള മണ്ണെടുപ്പാണ്. അതിദുർബല മേഖലയിൽ നഗരസഭയുടെയും ജിയോളജി വകുപ്പിന്റെയും ഒക്കെ അനുമതിയുടെ കാലാവധി കഴിഞ്ഞും മണ്ണെടുത്തതായി ആരോപണമുയർന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണെടുത്തതാണ് പാണക്കാട് കരുവാക്കുണ്ടിൽ മലയിടിച്ചിലിന് ഇടയാക്കിയത്. നേരത്തെയും പലതവണ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് നെടുങ്ങാട് കുന്ന്. അതിദുർബലമായ ഭൂപ്രകൃതിയുള്ള ഇവിടെ നഗരസഭയും ജിയോളജി വകുപ്പും മണ്ണെടുക്കാനും പാറ പൊട്ടിക്കാനുമുള്ള അനുമതി നൽകിയിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശത്ത് എങ്ങനെയാണ് മണ്ണെടുക്കാനും പാറ പൊട്ടിക്കാനുമുള്ള അനുമതി ലഭിച്ചത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മാത്രമല്ല, അനുമതിയുടെ കാലാവധി ജൂൺ 20 കഴിഞ്ഞിരുന്നു. അതിനുശേഷവും മണ്ണെടുപ്പ് തുടർന്നു. സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ റിനീഷ പറഞ്ഞു. ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് JCB വെച്ച് മാന്തിയതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ജിയോളജി പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവാം. മുനിസിപ്പാലിറ്റി 3000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ മണ്ണെടുക്കാനുള്ള പെർമിഷൻ മുനിസിപ്പാലിറ്റിക്ക് നൽകാം. നേരത്തെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തിട്ടുണ്ടാവണം. ഇതൊന്നും നമ്മുടെ ജനപ്രതിനിധികൾ ഇരിക്കുന്ന നഗരസഭാ യോഗത്തിലല്ല, കൗൺസിൽ യോഗത്തിലല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം എല്ലാം എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ സ്ഥാപനമായ ഇങ്കലിന് പെർമിഷൻ കൊടുക്കുന്നത് സർക്കാരാണ്. അതിൻ്റെ ടാക്സ് വാങ്ങിക്കുന്നത് സർക്കാരാണ്. ഇതിനോട് അധികാരികൾ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ
മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ ലൈസൻസ് കൊടുക്കുന്നത് നമുക്കറിയില്ല. ഇത് ദുരിതം ഞങ്ങളാണ് പ്രയാസപ്പെടുന്നത്. ഇവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് അറിയുന്നത് ഞങ്ങളോടാണ് പറയുന്നത്. അപകടമുണ്ടായ കുന്നിന്റെ മറുഭാഗത്ത് പാണക്കാട് വ്യവസായ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മലമുകളിലായി ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു. കുന്നിൻചെരുവിൽ റോഡിനോട് ചേർന്ന് അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്. സമീപത്തായി മറ്റ് നിരവധി വീടുകളുമുണ്ട്. അപകടമുണ്ടായതോടെ പരസ്പരം പഴിചാരുകയാണ് വിവിധ വകുപ്പുകളും രാഷ്ട്രീയ നേതൃത്വവും. എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർക്കാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. കണ്ണൂരിന്റെ മലയോര മേഖലയിലും കനത്ത മഴ. കർണാടകയോട് ചേർന്ന വനപ്രദേശങ്ങളിലും മലയോരത്തും മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരെ ഇന്നും കണ്ടെത്താനായില്ല. ജില്ലയിലെ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകി. കണ്ണൂരിലെ ഇടനാട്ടിലും തീരപ്രദേശത്തും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിൽ ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. കർണാടക വനത്തിനുള്ളിൽ ഉരുൾപൊട്ടുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിനിടെ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ആർ രാജേഷിനായി കാര്യങ്കോട് പുഴയിലും തേങ്ങ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട മണത്തണ സ്വദേശി ഹനീഫിനായി കാഞ്ഞിരപ്പുഴയിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്താനാണ് തീരുമാനം. കണ്ണൂരിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള പയ്യന്നൂർ, ഇരിട്ടി, തളിപ്പറമ്പ് എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. വെള്ളക്കെട്ട് രൂക്ഷമായ ശ്രീകണ്ഠപുരം, ചെങ്ങളായി എന്നിവിടങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ആശ്വാസമായി. പഴശ്ശി ഡാമിന്റെ ഷട്ടർ 16-ൽ 15-ഉം 5 മീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണി എന്നിവയെ തുടർന്ന് 13 ക്യാമ്പുകളിലായി 609 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനത്തെ കനത്ത മഴയിൽ 15 പേർ മരിച്ചുവെന്നും 7 പേരെ കാണാതായി എന്നും മുഖ്യമന്ത്രി. മരിച്ചവരുടെ സംസ്കാരത്തിനായി 10,000 രൂപ അടിയന്തര ധനസഹായം നൽകും. ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ 10,000 രൂപ വീതവും നൽകും. വീടുകൾ നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകും. സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള ധനസഹായം നിലവിലെ 6 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി ഉയർത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മരുന്നുകളുടെ ലഭ്യതക്കുറവില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. അത് സംബന്ധിച്ച് സർക്കാരിന് പരാതികൾ ലഭിച്ചിട്ടില്ല. നിലവിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത് എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ബോഡിയും അതനുസരിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു എന്നാണ് മന്ത്രി എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം ഉപ്പളപ്പുഴയ്ക്ക് കുറുകെ തകർന്നു കിടക്കുന്ന ദേറമ്പല പാലത്തിലെ കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽ കവുങ്ങ് കെട്ടിവെച്ചുള്ള നാട്ടുകാരുടെ പുഴ കടക്കൽ നെഞ്ചിടിപ്പിക്കും. ഒരാഴ്ച മുമ്പ് പ്രദേശവാസിയായ യുവതി കുത്തിയൊഴുകുന്ന ഉപ്പളപ്പുഴയിലേക്ക് വീണതോടെയാണ് പാലം തകർന്നുള്ള അപകടയാത്ര പുറം ലോകം അറിയുന്നത്. ദേറമ്പലയിൽ ഉപ്പളപ്പുഴയ്ക്ക് കുറുകെ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുത്തിയൊഴുകുന്ന ഉപ്പളപ്പുഴക്ക് കുറുകെ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് പാലത്തിനിടയിൽ താൽക്കാലികമായി കവുങ്ങ് സ്ഥാപിച്ച് നാട്ടുകാർ ഇരുകര കടക്കുന്നത് നെഞ്ചിടിപ്പോടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇവിടെ പാലം തകർന്നിട്ട് 4 വർഷത്തോളമായി. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മടന്തൂർ, മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ ദേറമ്പള എന്നിവിടങ്ങളിലുള്ളവർക്ക് അപകടം പതിയിരിക്കുന്ന ഈ വഴിയല്ലാതെ തൽക്കാലം മറ്റു മാർഗങ്ങളില്ല. പുഴ കടക്കവേ പ്രദേശവാസിയായ യുവതി കവുങ്ങിൻതടിയിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയും തുടർന്ന് സമീപവാസിയായ ഉദയൻ യുവതിയെ സാഹസികമായി രക്ഷപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ദേറമ്പള പാലത്തിന്റെ അപകടാവസ്ഥ പുറം ലോകം അറിയുന്നത്. സുഷ്മിത ബാക്കിൽ വരുമ്പോൾ ഒരു തല ചുറ്റ പോലെ ആയല്ല. ഞാൻ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ വെള്ളത്തിൽ പോയി. അപ്പോൾ ഞാൻ ഓടി വരുമ്പോൾ വെള്ളത്തിൽ പോകുന്നു എനിക്ക് കണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ചാടി അവൾ രക്ഷപ്പെടുത്തു. ഇവിടെ കോൺക്രീറ്റ് പാലം പണിയാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതൊരു പൊളിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരോടും ഇത് നാട്ടുകാരെല്ലാം കൂട്ടിയിട്ട് ഇത് ആക്കുന്നുണ്ട്. പിന്നെ MLA വന്ന് നോക്കുന്ന എൻ്റെ ശ്രമം ഞാൻ സഹിക്കുന്നു. എന്തായാലും ആന്നപ്പോൾ ആക്കുന്നില്ല. MLA പറഞ്ഞു ഭരോസ കൊടുത്തിട്ട് പോയിന്. പിന്നെ എന്ത് നമുക്ക് അതറിയാലേ.
200 രൂപ വരെ മുടക്കി ഓട്ടോറിക്ഷയിൽ കിലോമീറ്ററുകൾ ദിവസവും സഞ്ചരിക്കാൻ സാധിക്കില്ലെന്ന് യാത്രാ ദുരിതം വിവരിച്ച് പ്രദേശവാസികൾ പറഞ്ഞു. ഇപ്പോൾ ഇതിലെ പോകുന്ന നമുക്കൊരു 5 മിനിറ്റിൽ ടൗണിൽ എത്തും ജോഡിക്കല്ല്. പിന്നെ ഇതിലെ പോകുന്ന കുറേ നമുക്ക് നടന്നിട്ട് പോകുന്ന ഒരു 1.5-3 മണിക്കൂർ വേണം. പിന്നെ ആരും നടന്നിട്ട് പോകുന്നില്ല, റിക്ഷ തന്നെ ഇതാ യൂസ് ആക്കുന്ന. ഞങ്ങൾക്ക് സ്കൂൾക്ക് പോകാൻ കുറേ ബുദ്ധിമുട്ടാണ്. പോണ 200 രൂപ റിക്ഷന്, വേറെ 200 രൂപ, ഒരു ദിവസത്തിൽ 400 രൂപ. അങ്ങനെ കുറെ ബുദ്ധിമുട്ടാണ്. ഉപ്പളപ്പുഴക്ക് കുറുകെ ജില്ലാ പഞ്ചായത്ത് 2003 നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതന് അനുകൂല റിപ്പോർട്ട് നൽകിയതിനാണ് നടപടി. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് ഡോക്ടർ ചിത്ര റിപ്പോർട്ട് നൽകിയത്. എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഈ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശം മറികടന്നാണ് ഈ സുഗതന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നൽകിയതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ ചിത്ര അരുണിമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ആ വിശദീകരണത്തിൽ തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണോ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കടന്നത്? തീർച്ചയായും അമ്പിളി, അങ്ങനെ തന്നെയാണ്. ഈ ചിത്ര പി അരുണിമ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തു. ഒപ്പം തന്നെ ഒരു തരത്തിലും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കാൻ പാടില്ലാത്ത ഒരാൾക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് അധികാര ദുർവിനിയോഗത്തിലൂടെ സാധ്യമാക്കി കൊടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കൃത്യവിലോപം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. ഈ സസ്പെൻഷൻ റിപ്പോർട്ടിൽ തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിത്ര പി അരുണിമയുടെ നടപടി അധികാര ദുർവിനിയോഗവും പെരുമാറ്റ ദൂഷ്യവുമാണ്. അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. പൊതുഭരണ സെക്രട്ടറിയുടേതാണ് ഇത്തരത്തിൽ ഉത്തരവായി വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു ചരിത്ര സംഭവം കൂടിയാണ് എന്നുള്ള തർക്കമില്ല. കാരണം ആദ്യമായി സസ്പെൻഷനിലാകുന്ന KS ഉദ്യോഗസ്ഥ ആര് എന്ന് ഒരുപക്ഷെ വരും വർഷങ്ങളിലോ വരും പരീക്ഷകളിലോ PSC ഒരു ചോദ്യമായി ചോദിച്ചാൽ അതിന് ചിത്ര പി അരുണിമ എന്ന് കൃത്യമായും ഉത്തരം എഴുതുന്ന സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ ഈ സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയുടെ ഭാഗം കൂടിയായിരുന്നു ആ ഒരു ഉത്തരവ്. ചിത്ര പി അരുണിമ നൽകിയ ആ ഒരു സർക്കാരിൻ്റെതായിട്ടുള്ള ആ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. സുഗതന് ഇത്തരത്തിൽ ആ ഒരു അവധി ലഭിക്കുന്നതിന് കാരണമായതും ആ ഉത്തരവ് തന്നെയായിരുന്നു. അത് ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് VV രാജേഷ് അന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായ പ്രതിരോധങ്ങളെയൊക്കെ തന്നെയും പ്രതിരോധിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ തന്നെ ആ ഒരു നടപടിയിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്വേഷണത്തിലേക്ക് പോകുന്നത്. എന്തായാലും KM ഷാജി അത്തരത്തിൽ മന്ത്രിതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ മേലുദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെയും ഈ സുഗതന്റെ അപേക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഫയലിൽ ഈ കൂട്ടിച്ചേർക്കൽ വരുത്തിക്കൊണ്ട് ആ ഒരു നടപടിയിലേക്ക് കൊണ്ടുപോവുകയും VV രാജേഷിനും BJPക്കും അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്ര പി അരുണിമയ്ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അമ്പിളി, ശരി. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതന് അനുകൂല റിപ്പോർട്ട് നൽകിയതിലാണ് നടപടി. അതായത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് റിപ്പോർട്ട് നൽകി. ഈ സാഹചര്യത്തിലാണ് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. വിവാദമായ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം നൽകി. ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് സ്വകാര്യ ആവശ്യത്തിനല്ല, കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനെത്തിയതാണ്. അതേസമയം നിക്ഷേപകരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നും കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നും പരിഹാസ രൂപേണ മുഖ്യമന്ത്രി മറുപടി നൽകി. മിന്നൽ പ്രളയമാണ് സംസ്ഥാനത്തുണ്ടായതെന്ന് മഴക്കെടുതിയുടെ തീവ്രത വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുന്നറിയിപ്പുണ്ടായിരുന്ന ജൂലൈ 31-നും ഓഗസ്റ്റ് 1-നും കളക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി രാത്രിയോടുകൂടിയാണ് തീവ്ര മഴയുണ്ടായത്. മുന്നറിയിപ്പ് നൽകുന്നതിലോ ഏകോപനത്തിലോ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ IMD നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. എൽനിനോ പ്രതിഭാസമുണ്ടാകുമ്പോൾ IMDയ്ക്കും പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും
അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. മഴക്കെടുതിയിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നടത്തിയ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. ഹീനമായ പ്രചാരണമാണ് തനിക്കെതിരെ നടത്തിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. പൊന്നാനിയിലേക്കുള്ള യാത്രക്കിടയിലും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 മണിയായപ്പോഴാണ് ആഹാരം കഴിച്ചത്. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേയെന്നും മുൻപ് പ്രളയസമയത്ത് പഴയ മുഖ്യമന്ത്രി നിരാഹാരം അനുഷ്ഠിച്ചിരുന്നോ എന്നും പരിഹാസം. അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി ഹെലികോപ്റ്റർ യാത്ര നടത്തിയില്ല എന്നും കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനാണെന്നും വിശദീകരണം. എന്നാൽ നിക്ഷേപകരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല എന്നും വാദമുയർത്തി. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തില്ല. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുകയും തീവ്രമഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാവിലെ കളക്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ലീഗ് നേതാവിന്റെ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ഉച്ചയ്ക്ക് ആരായാലും ഭക്ഷണം കഴിക്കുമെന്നും വിഷയദാരിദ്ര്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്തത്തെ പോലും പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എസ് ശ്രീജിത്തിനെ തിടുക്കപ്പെട്ട് DGP ആക്കിയത് ക്രമവിരുദ്ധമെന്ന് ഹൈക്കോടതി വിമർശനം. വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ നൽകാൻ സമയം ചോദിച്ച സർക്കാർ അത് നൽകുന്നതിന് മുമ്പേ സ്ഥാനക്കയറ്റം നൽകിയതിനാണ് കോടതിയുടെ പരാമർശം. റിപ്പോർട്ട് 10 ദിവസത്തിനകം ഫയൽ ചെയ്യാൻ കർശന നിർദ്ദേശം നൽകി. കുറ്റാരോപണം നിലനിൽക്കുമ്പോൾ എസ് ശ്രീജിത്തിന് തിടുക്കപ്പെട്ട് സ്ഥാനക്കയറ്റം നൽകിയത് ക്രമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. മുൻ സർക്കാരിന്റെ കാലത്ത് ബോഡി ബിൽഡർമാരായ 2 പേരെ ക്രമവിരുദ്ധമായി പോലീസ് സേനയിലെടുത്തത് അഴിമതിയാണെന്നാണ് ഹർജിക്കാരനായ KM ഷാജഹാന്റെ വാദം. അന്ന് ബറ്റാലിയന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്ത്, DGP റാവാഡ ചന്ദ്രശേഖർ, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് ഷാജഹാന്റെ ആരോപണം. പ്രോസിക്യൂഷൻ അനുമതി തേടി ഷാജഹാൻ നൽകിയ കത്തിന് സർക്കാർ മറുപടി നൽകിയില്ല. വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. എന്നിട്ടും ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് നൽകി DGP ആയി സ്ഥാനക്കയറ്റം നൽകിയെന്നാണ് ഷാജഹാൻ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ മറുപടി നൽകാൻ സർക്കാർ 2 ആഴ്ച സമയം ചോദിച്ചിരുന്നു. കോടതി സമയം അനുവദിച്ച് ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയ ഇടവേളയിൽ തന്നെ ശ്രീജിത്തിന് സ്ഥാനക്കയറ്റം നൽകിയ നടപടിയാണ് കോടതിയുടെ വിമർശനം ക്ഷണിച്ചു വരുത്തിയത്. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന്റെ സാഹചര്യവും റിപ്പോർട്ടും 10 ദിവസത്തിനകം സമർപ്പിക്കാനാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ കർശന നിർദ്ദേശം. അമൃത ന്യൂസ്, കൊച്ചി. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് KA രതീഷ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD ആയ രതീഷ് കശുവണ്ടി അഴിമതി കേസിൽ 1ാം പ്രതിയാണ്. രതീഷിനോട് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് വിവരം. പ്രതിസന്ധികളെ നിയമപരമായി നേരിടുമെന്ന് KA രതീഷ് പറഞ്ഞു. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് MD സ്ഥാനങ്ങളാണ് KA രതീഷ് രാജിവെച്ചത്. രാജിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാനിരിക്കെയാണ് രാജി. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്ന വ്യക്തി ഉന്നത സ്ഥാനത്ത് തുടരുന്നതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും INTUC പ്രസിഡന്റ് ചന്ദ്രശേഖറിനെതിരായ നീക്കമാണ് ഇത് എന്നും KA രതീഷ് പറഞ്ഞു. നിയമവ്യവസ്ഥയിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, അതിനെ ഞാൻ നിയമപരമായി തന്നെ നേരിടും. INTUC പ്രസിഡന്റായിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന പണിയാണ്. അതിന് സ്പോൺസർ ചെയ്യാൻ സംഘടനയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളുണ്ട്. രതീഷ് കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ കശുവണ്ടി ഇറക്കിയതിലൂടെ ഖജനാവിന് 600 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിലാണ് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയെന്ന ആരോപണമുയർന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസ് CBI അന്വേഷണത്തിലേക്ക് എത്തിയത്. കേസിൽ പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും KA രതീഷിനുമെതിരെ CBI അഴിമതി നിരോധന നിയമം ചുമത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.